എന്തായാലും നോക്കാം. കൽക്കട്ടയുടെ ബസ് ഇതാ പോകുന്നു. ഏകദേശം ഒരു 22 വർഷത്തിന് ശേഷം കൽക്കട്ടയിലേക്ക് വീണ്ടും എത്തുമ്പോഴേ അതേ ബസ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും കാണുന്നത്. വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കൽക്കട്ടയ്ക്ക് ബസ്സിൻ്റെ കാര്യത്തിൽ. ബാക്കി കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ മോഡൽ ബസ് എപ്പോഴും കാണാം. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. വണ്ടി ഇങ്ങനെ പതുക്കെ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. പക്ഷേ ബസ് ആയതുകൊണ്ട് ആരും കുത്തിക്കയറിക്കൊണ്ട് പോകുന്നില്ല. കാരണം ബസ് സ്ട്രോങ് ആണ്. എവിടെയും തട്ടി കഴിഞ്ഞാൽ മറ്റേ വണ്ടിയെല്ലാം പൊളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കുത്തിക്കയറ്റിയൊന്നും പോകുന്നില്ല ബസ്സിൻ്റെ അടുത്തൂടെ. നമ്മൾ നല്ലൊരു സിഗ്നലുണ്ട്. സിഗ്നൽ ഇങ്ങനെ ക്രോസ് ചെയ്താൽ പോവാണ്. ഗ്രീനാണ് കാണുന്നത്. കൽക്കട്ട ബസ് ഇതാ വരുന്നു. മോളിൽ നിന്ന് ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. തീർന്നിട്ടില്ല. ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. മെട്രോയുടെ ആണോ അതോ റോഡാണോ എന്ന് അറിയത്തില്ല. എന്തായാലും റോഡാണെന്നാണ് തോന്നുന്നത്. നേരെ ഗ്രീൻ സിഗ്നലിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ വണ്ടിയെല്ലാം പതുക്കെ പോകുന്നുണ്ട്. നമ്മളവിടെ കണ്ട ബ്രിഡ്ജിൻ്റെ പണി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ വലിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നത്. മെട്രോ ആണോ റോഡാണോ എന്ന് അറിയത്തില്ല. എന്തായാലും വലിയൊരു വർക്കാണ് നടക്കുന്നത്. മെയിൻ റോഡിലാണ് പോകുന്നത്. തിരക്കൊക്കെ ഒഴിഞ്ഞു. നമ്മൾ മെയിൻ റോഡിൽ കയറി പോകുന്നത്. ആ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് അടക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടത്. പെട്ടെന്ന് തന്നെ സിഗ്നൽ വന്ന് കുറച്ച് ബ്ലോക്കായി. നോക്കാം. പോകുന്ന കാറിൻ്റെ അകത്തൊരു മീറ്ററുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊന്നും കാണാത്തൊരു സംഭവമാണ്. ഇതിനകത്തിരിക്കുന്ന കാണാം. പണ്ടത്തെ മീറ്റർ റൈഡ് സമയത്ത് എത്ര കിലോമീറ്ററൊക്കെ പോയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന മീറ്ററാണ് പഴയ കാലത്തെ. ഈ മീറ്ററെ കാണാനില്ല. ഈ വണ്ടിക്കകത്തൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളുടെ കൽക്കട്ടയിലൊരു ബസ് നമ്മൾ കണ്ടതിന് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. കൽക്കട്ടയിൽ മാത്രം കാണുന്ന യൂണീക്ക് പീസ് ബസ്സുകളാണ്. MP റോഡെന്നാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കും ഒക്കെയുള്ള റോഡാണ്. നമ്മളിങ്ങനെ പതുക്കെ പോകാം. കൽക്കട്ടയിലെ ഒട്ടുമിക്ക റോഡുകളും ഒക്കെ ഇതുപോലെ തിരക്കുള്ളതൊക്കെ തന്നെയാണ്. നേരെ പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും DH ബോർഡ് വെച്ചിട്ടുണ്ട്. ലേക്ക് ടൗൺ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പേര് വെച്ചിട്ടുണ്ട്. നമ്മൾ എനിക്ക് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് എനിക്ക് പോകുന്നത് എനിക്കറിയത്തില്ല. VIP റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള മെയിൻ ഏരിയയാണത്. ഇവിടെയാണ് ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണുള്ളത്. വീണ്ടും ഒരു പോയിന്റിൽ അതുകൊണ്ട് AC ബസ്സൊക്കെ പോകുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ AC ബസ് സിഗ്നലിപ്പോൾ ആവുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഫ്രണ്ടിൽ കൂടെ അംബാസഡറാണ് പോകുന്നത്. നമ്മൾ പോകുന്ന അംബാസഡറാണിത്. വീണ്ടും കൽക്കട്ട ബസ് വീണ്ടും വരുന്നു. ഭയങ്കര ഹോണടി. ഇതിൽ കഴിഞ്ഞ് നമ്മളിതാ പോവുകയാണ് ഫ്രണ്ടിലോട്ട് തന്നെ. ഇനി 6 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നുണ്ട് ഡിസ്റ്റൻസ്. നോക്കാം. 6 കിലോമീറ്റർ ദൂരമാണെന്നാണ് പറയുന്നത്. ആ ലൈറ്റൊക്കെ നല്ല രസമാണ്. മുകളിൽ പാലം എനിക്കൊന്ന് സെയിൽദ സ്റ്റേഷനിലോട്ട് പോകുന്ന മുകളിലത്തെ പാലത്തിൽ കൂടെയാണ് നടന്നു പോകുന്നത്. താഴെ കൂടെയാണ് നമ്മൾ പോകുന്നത്. VIP റൂട്ടിൻ്റെ സൈഡിൽ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് കണ്ടു. ഇവിടുത്തെ കൽക്കട്ട ബ്രാഞ്ച് ഫെഡറൽ ബാങ്ക് ഈ റൂട്ടിലുണ്ടായിരുന്നു. പിന്നെ മുത്തൂറ്റ് ജോർജ് അവരുടെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ കണ്ടു. ഈ
സാധാരണ ചേട്ടൻ കൊണ്ട് നിർത്തുന്നത്. ഇടിച്ചു കഴിഞ്ഞാൽ മാരുതി തവിടുപൊടിയാവും. അങ്ങനെ പോകുമ്പോഴത്തേക്കിന് 1 കിലോമീറ്റർ കഴിഞ്ഞൊരു സാഹിത്യ ലേക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് പോകണമെന്നൊക്കെ കാണിക്കുന്നത് മാപ്പിൽ. എന്തായാലും നോക്കാം. വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കല്ലൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത കല്ലല്ല ഇൻ്റർലോക്ക് ചെയ്ത റോഡിൽ പോകുന്നത് സാൾട്ട് ലേക്ക് എന്നുള്ള സ്ഥലം റോഡിൽ കാണുന്നു. അതിന് ഒരു 800 മീറ്റർ ഉണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് പോകണം എന്നാണ് കാണിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. എന്തോ ഒരു ആരാധനാലയമാണെന്ന് തോന്നുന്നു. ആളിലൊക്കെ തന്നെ മെഴുതിരിയും മറ്റൊക്കെ വെച്ച് പൂജിക്കുന്നുണ്ട്. ഗാഡി ടെമ്പിൾ കാണുന്നു. റൈറ്റിലേക്ക് തിരിയാനാണ് പറയുന്നത്. ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ഇങ്ങനെ കയറി മുകളിലേക്ക് പോവാണ് ബസ്. കുട്ടികളൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നത് അവിടെ എന്തോ ഒരു സംഭവം റെഡ് സിഗ്നൽ വീണ്ടും കാണുന്നുണ്ട്. നോക്കാം. നമ്മൾ ഈ റൂട്ടുകൾ തന്നെയാണ് പോകുന്നത്. മാപ്പിൽ കാണിച്ച അതേ റൂട്ട് ഇനി ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ അത് കാണിക്കുന്നുണ്ട്. 7 ക്രോസ് റോഡാണ്. 7 ക്രോസ് റോഡിൽ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ താണ്ടി സ്ട്രൈറ്റ് ആയിട്ട് പോകണമെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. ഡയറക്ഷൻ പുള്ളിയുടെ മാപ്പിൽ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ അവിടെ സിഗ്നലുണ്ട്. അങ്ങനെ റെഡ് സിഗ്നൽ ഗ്രീനായി നമ്മൾ നേരെ പോവാണ്. റൗണ്ട് അടിച്ച് സ്ട്രൈറ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവാണ്. ട്രെയിനിങ് സെൻറ്ററിൻ്റെ അടുത്തായിട്ട് എത്തുന്നതെന്നാണ് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം എവിടെ എത്തുന്നു. എന്തായാലും ഇവിടെ കുറേ ഷോപ്സ് ഏഷ്യൻ കഫേ ഇവിടെയാണ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ലൊക്കേഷനാണ് മാപ്പ് പറയുന്നത്. ഇവിടുന്ന് യാത്ര ചെയ്തതാണ്. ഇപ്പോൾ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം നല്ല ട്രാഫിക് ബ്ലോക്കും കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തി. അക്കോമഡേഷൻ എന്ന് പറയുന്നത് അതിവിടെ നോക്കാം. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് സിറ്റിക്കകത്ത്.